നമുക്കേ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അതിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറച്ച് നമ്പർ ട്രിക്കുകളാണ് ഇന്ന് നോക്കുന്നത്. നമ്പർ ട്രിക്ക് നോക്കിയേ ബമ്പറൊക്കെ എടുക്കാൻ പറ്റും. അതിൽ പ്രൈസ് വിൻ ചെയ്യുമ്പോൾ 100% ഉറപ്പുണ്ടായെങ്കിലല്ലേ ഇപ്പം എത്ര പേര് കോടീശ്വരന്മാരായനല്ലേ. എൻ്റെ മുൻപിലേ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന നമ്പർ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റണില്ല, എനിക്കത് സ്വന്തമാക്കാൻ പറ്റണില്ല. തൊട്ട് നോക്കി, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതല്ലേ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണ്, ഏകദേശം നമ്പറൊക്കെ നോക്കി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ നമ്പർ ട്രിക്കുകൾ പറയുമ്പോൾ അതനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ലോട്ടറി എടുക്കാത്ത വ്യക്തികളാണ് അധികമെങ്കിൽ അവർക്ക് നമ്പർ ട്രിക്ക് കേൾക്കുമ്പോൾ ഏത് നമ്പർ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും അല്ല. അങ്ങനെ ഡൗട്ടുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിലെ 3 നമ്പർ സെയിം ആണെങ്കിലും എൻഡിങ്ങിലെ 3 നമ്പറും സെയിം ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതൊരു നമ്പർ ട്രിക്കാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 3 നമ്പർ സെയിം ആയതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ വന്നില്ല. പക്ഷേ ആ 4ാമത്തെ നമ്പർ അതല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ, അപ്പോൾ എൻഡിങ്ങിൽ 3 നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ കൺഫ്യൂഷൻ വന്ന നമ്പറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഷോപ്പിൽ പോയി നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്ത് എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വന്നേ ഏത് ടിക്കറ്റ് എടുക്കണം എന്ന്, ആ സാഹചര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും അവരുടെ ഭാഗ്യ നമ്പർ ഏതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്. നിങ്ങളുടെ 4ാമത്തെ നമ്പർ എൻഡിങ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് നമ്പർ അത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇനി ഭാഗ്യ നമ്പർ അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർക്കുള്ളൊരു ട്രിക്കാണ് ഒറ്റ സംഖ്യ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ അടിക്കാനായിട്ട് ഒരു ഭാഗ്യവും യോഗവും ഒക്കെ വേണം. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ പോയിൻ്റ്. പിന്നെ അങ്ങനത്തെ കുറച്ച് ടിക്കറ്റുകൾ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ട് നമ്മളത് തൊട്ട് നോക്കിയിട്ടും നമ്മൾക്കത് കയ്യിലേക്ക് എത്തിയില്ലല്ലോ എന്ന് സങ്കടപ്പെടരുതല്ലോ. അപ്പം അതിനു വേണ്ടിയാണ് ഈ നമ്പർ ട്രിക്കുകൾ പറയണ. കൂടുതലും നമ്മൾ ബമ്പറിൽ കണ്ട് വന്നേക്കണ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. 6 അക്ക നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് 3ൽ തുടങ്ങുന്നത്, 3ൽ 31 32 അങ്ങനെ 39 വരെയുള്ള ഏത് സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ ഈ നമ്പേഴ്സിൽ കുറച്ചധികം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മുൻപിൽ ഇതേപോലത്തെ നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ ഇത് മിസ്സാക്കാതെ ഈ ടിക്കറ്റ് എടുക്കുക. ഡിസ്പ്ലേയിൽ കുറച്ച് നമ്പേഴ്സ് എക്സാമ്പിൾസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരു നമ്പർ ട്രിക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അക്ക നമ്പറിൽ 9 3 9 ഈ 2 നമ്പർ 6 അക്ക നമ്പറിൽ സ്ഥാനം മാറി എവിടെ വേണമെങ്കിലും വരാം. ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫോർത്ത് ആയിരിക്കാം. പ്രധാനമായിട്ടും നോക്കേണ്ടത് 6 അക്ക നമ്പറിൽ ഈ 9 3 ഉണ്ടോ എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് മിസ്സാക്കരുത്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അതിൽ പ്രൈസ് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് വന്നത് 369 936. 6 അക്ക നമ്പറിൽ 3 6 9 ഈ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ മിസ്സാക്കരുത്, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ ഒക്കെ വിൻ ചെയ്യാൻ. ഈ 369 എന്നുള്ളതിലല്ലേ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയിൽ കുറച്ച് നമ്പറുകൾ കാണിക്കുന്നുണ്ട്. ഈ സെയിം നമ്പറുകൾ തന്നെ ബമ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സെയിം നമ്പറുകൾ എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക, തീർച്ചയായിട്ടും വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 100 രൂപയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണെന്നേ. കാരണം നിങ്ങൾ ലക്ഷങ്ങളിൽ ഒരാളാണ്.